ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അവിടെ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. യോഹന്നാൻ ഈശോയെ സമീപിച്ച് പറയുന്നു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിക്കുന്നില്ല. യോഹന്നാൻ നോക്കിയപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരാൾ പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയും ഈശോയുടെ കൂടി ആയിരിക്കുന്ന ശിഷ്യന്മാരായ ഞങ്ങളുടെ കൂടി അല്ലാതെ ഒരുവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ശിഷ്യഗണം ആ വ്യക്തിയെ തടയുകയാണ്. കാരണം പറയുന്നത്, അവൻ നമ്മളെ അനുഗമിക്കുന്നില്ല, അവൻ നമ്മുടെ പക്ഷത്തല്ല. ഈശോ പറയുന്നു, അവനെ തടയണ്ട. ഈശോയുടെ കാഴ്ചപ്പെടുന്നത് ശ്രദ്ധിച്ചു നോക്കുക. അവനെ തടയണ്ട. കാരണം യേശുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അവന് സാധിക്കുന്നുണ്ട്. അവൻ നന്മയാണ് ചെയ്യുന്നത്, അവൻ തിന്മയല്ല പ്രവർത്തിക്കുന്നത്. നന്മയുടെ മൂർത്തിഭാവമാണല്ലോ യേശു ക്രിസ്തു. അവനെ തടയണ്ട. എന്തെന്നാൽ ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനും അതേസമയം തന്നെ ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ അവൻ ചെയ്യുന്നു. അവന് യേശുവിനെതിരെ ദൂഷണം പറയാൻ അവന് സാധിക്കുകയുമില്ല. തുടർന്ന് പറയുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തുവിനെ പ്രതി നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാകിയാൽ നിങ്ങൾക്ക് ആരെങ്കിലും കുടിക്കുവാൻ ഒരു പാത്രം ജലം തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. യേശുക്രിസ്തുവിനെ പ്രതി നിങ്ങൾ ആർക്കെങ്കിലും ഒരു പാത്രം ജലം കുടിക്കാൻ കൊടുത്താൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നന്മ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈശോ എടുത്തു പറയുന്നത്. സ്നേഹമുള്ളവരെ, തിരുവചന ഭാഗം വളരെയേറെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒന്ന്, യേശുവിൻ്റെ നാമം വഹിക്കുന്നവർ, യേശുവിന് വേണ്ടി ജീവിതം കാഴ്ചവെക്കുന്നവർ, യേശുവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കായി പോയിരിക്കുന്നവർ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ഈശോയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാകയാൽ, ഇങ്ങനെ ചെയ്യുന്നവർ, നന്മ ചെയ്യുന്നവർ യേശുക്രിസ്തുവിനുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പാത്രം ജലം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നന്മ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം അവന് പ്രതിഫലം നൽകും എന്ന് എടുത്തു പറയുകയാണ്. സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38-ാം തിരുവചന ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുക?
നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ നയിച്ചുവെന്നും ഓർക്കണം. പിതാവായ ദൈവം യേശുവിനെ നയിച്ചതിനെ കുറിച്ചാണ് പറയുക. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ നസ്രായനായ യേശുവിനെ നയിച്ചുവെന്നും അവൻ നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാച് പീഡിതരെ സുഖപ്പെടുത്തിക്കൊണ്ടും അവൻ എങ്ങനെ ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ഈശോയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നന്മ പ്രവർത്തികൾ ചെയ്യുക, എവിടെ ചെന്നാലും നന്മ പ്രവർത്തിക്കുക. രണ്ടാമത് ഇവിടെ പറഞ്ഞത് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട്, പ്രൈസ് ലോർഡ്, അത് കൃപയുടെ ആവശ്യമുണ്ട്, ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ട്, പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്, അഭിഷേകത്തിൻ്റെ ആവശ്യമുണ്ട്, അധികാരത്തിൻ്റെ ആവശ്യമുണ്ട്. സ്നേഹമുള്ളവരെ,